ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ 5-6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. രാവിലെ കുറച്ച് താമസിച്ചാണ് ഇന്ന് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. രാവിലെ തന്നെ ചോറ് വെക്കാണ്. കാലത്ത് തന്നെ നേരെ വെളുത്തല്ലോ എന്ന് പറയുന്ന പോലെ കാലത്ത് തന്നെ ചോറ് വെക്കാനുള്ള പരിപാടികളിലാണ് ഞാൻ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. ഇതുവരെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ ചോറ് വെക്കണോ കുറച്ച് കഴിഞ്ഞ് ചോറ് വെച്ചാൽ മതിയോ. കാരണം വേറൊന്നുമല്ല, വിഹാൻ ഇന്നലെ വൈകിട്ട് തൊട്ട് ചെറിയ പനിയും ജലദോഷവും മൂക്കടപ്പും ചുമയൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ്. അപ്പം മോനെ കൊണ്ട് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പം അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ചോറ് വെച്ചാൽ മതിയോ അതോ പോകുന്നതിന് മുമ്പേ എല്ലാം റെഡി ആക്കിയിട്ട് പോകണമെന്ന് ഉള്ള ആലോചനയിലായിരുന്നു. അവസാനം ഞാനിതെല്ലാം ചെയ്തിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ മഴയുടെ സീസണാണല്ലോ, എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോയാൽ അഥവാ കുറേ ലേറ്റ് ആവുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ കാര്യമെല്ലാം കുഴയും. അപ്പോൾ അതുകൊണ്ട് ഞാനെന്നാൽ ചോറും എന്തെങ്കിലും ഒരു തോരനും കൂടെ വെച്ചിട്ട് പോകാം. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടിൽ ഞാനിപ്പോൾ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ തോരൻ കറി വെക്കാനായിട്ട് വാഴക്കൂമ്പ് തോരൻ വെക്കാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 2 വാഴക്കൂമ്പ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഷോർട്സിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വാഴക്കൂമ്പ് എനിക്ക് തോരൻ വെക്കുന്നതിൻ്റെ. അപ്പോൾ ബാക്കിയുള്ളൊരു വാഴക്കൂമ്പാണിത്. ഇത് ഞാനിപ്പോൾ അരിഞ്ഞ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ പുരട്ടി നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് പോവാം. ഇതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് തിരുമ്മി നന്നായിട്ട് കഴുകി അതിനകത്ത് ഈ കറുത്ത കളറിലെ കറയുണ്ടല്ലോ അതൊക്കെ അങ്ങ് തിരുമ്മി പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രുചിയോടെ ഇത് തോരൻ വെച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഇത് മാത്രമായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല, ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വൻപയറും കൂടി ഇട്ടിട്ട് തോരൻ വെക്കുമല്ലോ, അപ്പോൾ അതിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഒന്ന് അന്വേഷിക്കുകയായിരുന്നു വൻപയറുണ്ടോയെന്ന്. കാരണം എനിക്ക് അതും കൂടെ ഉണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ടേസ്റ്റിൽ നമുക്കത് കഴിക്കാമല്ലോ എന്നായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് തപ്പിയെടുത്തപ്പോൾ എനിക്ക് ഒരു പിടിയേ ഉള്ളൂ, ഒരു പിടി വൻപയർ കിട്ടി. ഇത് ഞാനിപ്പോൾ അന്വേഷിച്ച് കിട്ടിയതുകൊണ്ട് ഞാനിത് നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചത് കുതിർത്തൊന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അങ്ങനെ പയർ ഞാൻ വേകാനായിട്ട് കുക്കറിൽ വെച്ചു. ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് 2-3 നീർദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകാം. ഇതിനാകുമ്പം കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു മധുരം ഉണ്ടല്ലോ, അപ്പം കറി ഇല്ലാതാണെങ്കിലും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. ഇനി ഒരു 11 മണിക്കുള്ളില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലണം, അല്ല ഒത്തിരി ലേറ്റാകും. അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരുങ്ങിയിട്ട് ഇനിയിപ്പം നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം. അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് ചോറ് വാർക്കുന്ന കാര്യം മറന്നു. പെട്ടെന്ന് ചോറ് വാർത്ത് വെച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വന്നിട്ട് ചെയ്യാം. ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ പനിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ബ്ലോക്കൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ്വാലിറ്റി പോകണ്ടായിരുന്നു, നേരിട്ട് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ അവനോട് ആവി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ടെമ്പറേച്ചറൊക്കെ നോർമലായിരുന്നു. പിന്നെ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ചോറിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഇത് ആറന്മുള അമ്പലമാണ് കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ വന്നിട്ടുള്ളവരൊക്കെ ആയിരിക്കാം, കണ്ടിട്ടുള്ളവരൊക്കെയാണ്. എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്, ആറന്മുള അമ്പലമാണ്. വള്ളംകളി വള്ളസദ്യയൊക്കെ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. ഇന്നിപ്പം അത്യാവശ്യം തിരക്ക് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കല്യാണങ്ങളോ കാര്യങ്ങളൊന്നും ഇന്നേതായാലും ഇല്ല. ഒന്നും ഈ റോഡിലൊക്കെ അധികം ബ്ലോക്കുകളൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പം അടുത്ത മാസം തൊട്ട് വള്ളസദ്യ തുടങ്ങുകയാണല്ലോ. വള്ളസദ്യ തുടങ്ങുമ്പോൾ പിന്നെ ഇവിടോട്ട് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ 2 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യം വള്ളസദ്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രാവശ്യം പറ്റുവാണെങ്കിൽ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത് പിന്നെ ഈ മതിലുണ്ടല്ലോ, അത് ഞാൻ പറയാനായിട്ട് വന്നത്. ഈ മതിൽ ഭൂതത്താന്മാർ കെട്ടിയ മതിലാണ് ഈ അമ്പലത്തിന് ചുറ്റും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മാന്നാറിലൊരു അമ്പലത്തിനും ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഭൂതത്താന്മാർ കെട്ടിയ മതിലാണിത്. എനിക്കതിൻ്റെ അറിയത്തില്ല സത്യാവസ്ഥ, ഇങ്ങനെയാണ് ഇതിവിടെ പറയപ്പെടുന്നത്. പിന്നെ ഇത് സത്രക്കടവ്, ഈ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ മഴയില്ലായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ. ഇപ്പം വെള്ളമെല്ലാം വഴിയിലോട്ട് കയറി കിടക്കുവാണ്. ഇനിയിപ്പോൾ അത് വെയിലൊക്കെ ആകുമ്പോൾ ഇറങ്ങിപ്പോവും. ഈ ആറന്മുളക്കണ്ണാടിയുടെ ആ ഒരു ബോർഡ് കണ്ടല്ലോ, അത് ആറന്മുളക്കണ്ണാടി അവിടെ നിർമ്മിക്കുന്ന ഒരു ബിൽഡിങ്. അതിനകത്ത് ഒരു വീട്ടിൽ അവിടെ ആറന്മുളക്കണ്ണാടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് എപ്പോൾ ആറന്മുള വന്നാലും എന്തിൻ്റെ ഒരു പച്ചക്കറി മേടിക്കാൻ പോയാലും വിഹാന് വെള്ളം കാണാതെ വീട്ടിലോട്ട് വരത്തില്ല. അപ്പോൾ അവന് ഇപ്പോൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വന്നതേ ഉള്ളെങ്കിൽ അവനത് വെള്ളം കാണും. അപ്പോൾ അവനെ കൊണ്ടുപോയി ഞങ്ങൾ അവിടുത്തെ ജലനിരപ്പ് എത്രമാത്രം ഉയർന്നു എന്നൊക്കെ പുള്ളി ഒരു വിശകലനമൊക്കെ നടത്തി ഞങ്ങളിനി തിരിച്ച് പോകുക കേട്ടോ വീട്ടിലോട്ട്. ഇത്
വാസ്തുവിദ്യ ഗുരുകുലമാണ് കേട്ടോ. ഈ ചിത്രകല അങ്ങനെയുള്ള കലകളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി ഇതാ നേരെ കാണുന്ന ആ കെട്ടിടമുണ്ടല്ലോ, അവിടെയും ഈ 6 മുള കണ്ണാടി അത് നിർമ്മിക്കുന്ന ഒരു വീടാണത്. അങ്ങനെ ഇങ്ങനെ കുറച്ച് കുടിൽ വ്യവസായം പോലെ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതുവരെ അതിൻ്റെ അകത്ത് ഒന്നും കയറിയിട്ടില്ല, ഇങ്ങനെ വഴി കണ്ടിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന് ഞങ്ങൾ കോഴിപ്പാലത്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മീൻകാർ അവിടെ സ്ഥിരമുള്ളതാണ് മീൻ കച്ചവടം. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് മീൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം. ഇവിടെ ആണെങ്കിൽ കുറേ മീനുണ്ട്, പക്ഷേ എനിക്ക് പരിചയമുള്ള മീനൊന്നുമില്ല. എനിക്ക് മത്തിയായാല അല്ലെങ്കിൽ ചെമ്പല്ലി ഇങ്ങനത്തെ പേരുകളൊക്കെ മീനിൻ്റെ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് അല്ലാത്ത വേറെ എന്തൊക്കെയോ കുറേ മീനുകളായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അത്യാവശ്യം മീൻ മേടിച്ചു. മീൻ കറി വെക്കാനും വറക്കാനും ഒക്കെ ആയിട്ടുള്ള മീനൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ കിച്ചണിൽ വന്നിനി ഈ മീനെല്ലാം ഒന്ന് റെഡിയാക്കണം. ഇപ്പം 2 സെറ്റ് മീനാണ് മേടിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് കറി വെക്കാനായിട്ട് വേണ്ടിയിട്ട് ഈ നെയ്മീൻ കുഞ്ഞുണ്ടല്ലോ, നെയ്മീൻ്റെ കുഞ്ഞുങ്ങൾ, അങ്ങനെ കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പം വെക്കുന്നില്ല. അപ്പം ഞാനതെല്ലാം ഒന്ന് കഴുകി നല്ല ഉപ്പൊക്കെ, ഞാൻ വെട്ടിയാണ് മേടിച്ച മീൻ. അപ്പോൾ ഞാനത് ഉപ്പൊക്കെ ഇട്ടൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു കവറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിലോട്ടങ്ങ് വെക്കുക. നാളെ അത് ഞാൻ കറി വെക്കുന്നുള്ളൂ. ഇനി പിന്നെ വറുക്കാനായിട്ടൊക്കെ ഉള്ള മീൻ, തെരണ്ടി മീനുണ്ടല്ലോ, അതാണ് മേടിച്ചത്. അപ്പോൾ അത് ഞാനൊന്ന് വൃത്തിയാക്കി കഴുകിയെല്ലാം വൃത്തിയാക്കി വെട്ടിയെടുത്ത് വെച്ചു. ഇനി അതിൽ കുറച്ചെടുത്ത് ഞാൻ എടുത്ത് വെച്ച് ഫ്രീസറിൽ വെക്കും. ബാക്കി ഞാനിപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് വറക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പാവയ്ക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരിപ്പുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി മീൻ കറിയും കൂടെ വെക്കാനായിട്ടുള്ള സമയമൊന്നുമില്ല. പിന്നെ ഞാൻ വെട്ടി മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ അത് ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയായിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. നാളെ സമയം പോലെ എടുത്തെനിക്ക് കറി വെക്കാനോ. പിന്നെ മറ്റ് വറുക്കാനായിട്ട് മേടിച്ച കുറിച്ചി മീൻ എന്ന് പറഞ്ഞ മീൻ, അത് വെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് 1/2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വറക്കാൻ വേണ്ടി മാത്രമുള്ള. അപ്പോൾ അതെല്ലാം മുഴുവനൊന്ന് വെട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് വറക്കാനായിട്ട് എടുത്തു. അപ്പോൾ അതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ കൂട്ടി മിക്സ് ആക്കിയിട്ട് അത് ഇനി ഇപ്പം വറക്കാൻ വേണ്ടിയുള്ള മീനിലോട്ട് അത് ഞാൻ അങ്ങ് തേച്ച് കൊടുക്കുക. ഇനി അതൊരു 10 മിനിറ്റ് ഇനി ഫ്രിഡ്ജിൽ വെക്കാം എന്ന് വിചാരിക്കുന്നു. ബാക്കി മീനുള്ളതെടുത്ത് അങ്ങ് ഫ്രീസറിലോട്ട് വെക്കുക. പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് വൻപയർ മാത്രമേ വേവിച്ച് വെച്ചതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വന്നിട്ടിപ്പം മീനെല്ലാം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കൂമ്പുതോരനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അതിനിടയ്ക്ക് പാലുണ്ടായിരുന്നു, രാവിലെ കാച്ചിയ പാൽ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പാൽ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനതൊരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം ചായ എടുക്കാൻ നേരത്ത് അത് ഒന്ന് പുറത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്നൊന്ന് പോയി കുളിച്ച് കേട്ടോ, മീനൊക്കെ വെട്ടിയതില്ലേ. കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ തോരൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂമ്പ് തോരൻ അരിഞ്ഞു വെച്ചിരുന്നത് സവോളയും മുളകും ഒക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് അടുപ്പിൽ വെച്ചിട്ട് തീ സിമ്മിലാക്കിയിട്ടാണ് ഞാൻ പോയത്, കുളിക്കാൻ പോയത്. തിരിച്ച് വന്നപ്പോഴത്തേക്കും പയറ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും അതെല്ലാം സെറ്റായി. തേങ്ങയൊക്കെ ഇട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ മീൻ വറക്കുകയാണ്. ഇപ്പോൾ മീൻ വറക്കാനുള്ള ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും അതിലും നല്ല മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മീനും കൂടെ ഒന്ന് വറുത്തു. ഇപ്പോൾ 2 മണി 2:30 എങ്ങാണ്ടായി സമയം കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വിളമ്പി. പാവയ്ക്ക ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ടായിരുന്നത് ഞാൻ ഒന്ന് ചൂടാക്കി പയറ് തോരനും മീൻ വറുത്തതും പാവയ്ക്കയൊക്കെ ആയിട്ട് അച്ചാച്ചനുള്ള ചോറെല്ലാം വിളമ്പി വെച്ചു. ഇനി ഇത് കുഞ്ഞിനുള്ള ചോറാട്ടം എടുക്കുന്നത്. അവന് ഞാൻ ഇച്ചിരി തോരനും മീനും വറുത്തതും മാത്രമാണ് കഴിക്കാൻ കൊടുക്കുന്നത്. ഇന്നലെ ഫുൾ കഞ്ഞിയായിരുന്നു, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കുമില്ല. അപ്പോൾ പെട്ടെന്ന് പോയൊന്ന് ചോറുണ്ടിട്ട് ഇനിയിപ്പോൾ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. വൈകിട്ടത്തേക്കുള്ള ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ സമയം ഊണെല്ലാം കഴിഞ്ഞിപ്പം 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഞാൻ വിളിച്ച് ചായ കുടിക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്ന. അപ്പോൾ ഓർത്ത് രാവിലെ തിരക്കിനിടയ്ക്ക് പത്രമൊന്നും നോക്കിയൊന്നുമില്ല. അപ്പോൾ എന്നാൽ ചായ കുടിച്ചുകൊണ്ട് പത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം, എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഞാൻ ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.